ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച കേരളോത്സവം 2024 ഓവറോൾ പ്രഖ്യാപിച്ച മാർക്ക് ലിസ്റ്റിൽ കൃത്രിമം നടന്നുവെന്നാരോപിച്ച് മുത്തുള്ളിയാൽ യുവജന ക്ലബ്ബും ഡിവൈഎഫ്ഐ ചേർപ്പ് മേഖലാ കമ്മിറ്റി എന്നിവരുടെ നേതൃത്വത്തിൽ ചേർപ്പ് പഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇത്തരത്തിലാണ് പഞ്ചായത്ത് കേരളോത്സവം നടത്തുന്നതെങ്കിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ യുവജനങ്ങൾ പങ്കെടുക്കില്ലെന്നും ഇതിനെതിരെയുള്ള പ്രതിഷേധവുമായി കേരളോത്സവം റോഡിൽ നടത്തുമെന്നും ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. പ്രതിഷേധ ധർണയിൽ ക്ലബ്ബ് ഭാരവാഹികളായ ഷാനു, നൌഫൽ, ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി രാഹുൽ ജയപ്രകാശ്, CD അജിൽ, ജോഷുവ, 18ാം വാർഡ് മെമ്പർ നസീജ മുത്തലിഫ് എന്നിവർ സംസാരിച്ചു. ചേർപ്പ് പഞ്ചായത്തിൽ 2024 കേരളോത്സവം നടത്തിയപ്പോൾ കൃത്യമായിട്ട് മാനുവൽ പ്രകാരമാണ് പരിപാടി നടത്തണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കണമായിരുന്നു. അപ്പോൾ സംഘാടക സമിതി കൂടിയപ്പോൾ അപ്പീൽ കമ്മിറ്റി, അതുപോലെ സബ് കമ്മിറ്റികൾ ഉണ്ടാക്കിയപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് ആളുകളെ ചുമതലപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ യുവജനങ്ങളെ ചതിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഓവറോൾ നൽകിയത്. കാരണം ദേശഭക്തി ഗാനം നടത്തിയപ്പോൾ തന്നെ ഞാൻ ഇവിടെ വാർഡ് മെമ്പറാണ്, ഞാനിവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ ഇവിടുന്ന് കുട്ടികൾ വിളിച്ച് പറഞ്ഞു 3 പേരെ വെച്ച് മിനിമം 7 മുതൽ 10 വരെ പേര് പങ്കെടുക്കേണ്ട ദേശഭക്തി ഗാനം, സംഘഗാനം എന്നീ മത്സര ഇനങ്ങളിൽ 3 പേരെ വെച്ച് പാടിക്കുകയാണ്. 3 പേരെ വെച്ച് പാടിക്കാൻ സ്റ്റേജിൽ കയറ്റിയപ്പോൾ തന്നെ ഇവരെന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞത് അവിടെ നിന്ന് എഴുതി കൊടുക്കാൻ. പ്രിയലത പ്രസാദ് എന്ന് പറഞ്ഞ മെമ്പറുടെ കയ്യിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്തതിന് ശേഷം അതിനുള്ള ഇവർക്ക് റെസീറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ല. എല്ലായിടത്തും ഇപ്പോൾ തെളിവാണ് ചോദിക്കുന്നത്. കൈപ്പറ്റ റെസീറ്റ് വാങ്ങിയില്ല. 3 പേരെ വെച്ച് പരിപാടി നടത്തിയതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഉണ്ട്. സാമാന്യം ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം 3 പേരെ വെച്ച് സംഘഗാനം പാടാൻ പാടില്ല എന്ന്. അപ്പോൾ അവിടെ ജഡ്ജ് ചെയ്യാതിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ഇതറിയാം. 3 പേരെ വെച്ച് പാടിക്കഴിഞ്ഞാൽ പോയിന്റ് കൊടുക്കാൻ പാടില്ല എന്ന്. മാനുവൽ പ്രകാരമാണ് നടത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റുകൾ കൊടുക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ ഓവറോൾ NIG എന്ന് പറഞ്ഞ ക്ലബിന് കൊടുത്തത് 10 പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ്. ഈ 2 ഐറ്റത്തിൻ്റെ പോയിന്റ് പോവുകയാണെങ്കിൽ തന്നെ ദേശഭക്തി ഗാന സംഘഗാനത്തിന് 20 പോയിന്റ് അവർക്ക് നഷ്ടമാവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതുമൊരു തർക്കം ഉണ്ടായത്. മാത്രമല്ല ജഡ്ജ് മാർക്കുകൾ ഇട്ട് കൊടുത്തപ്പോൾ ഏതാ ഐറ്റാന്ന് പോലും രേഖപ്പെടുത്താത്ത ജഡ്ജ്മെൻ്റാണ് ഗ്രൂപ്പിലൊക്കെ വന്നിരുന്നത്. ഏതാണ് ഐറ്റം എന്നുള്ളത് കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല. അതുപോലെ A ഗ്രേഡ് സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ജഡ്ജ് ചെയ്ത പല ജഡ്ജ്മെൻറ്റ് പേപ്പറുകളും ഞങ്ങൾക്ക് റിസൾട്ട് ഇട്ട് തന്നതിൽ A ഗ്രേഡ് എന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ക്ലബിൻ്റെ രക്ഷാധികാരി കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ക്ലബ്ബ് ഭാരവാഹികളുടെ കൂടെ നിൽക്കുന്നത്. തികച്ചും ന്യായമായിട്ടുള്ള കാര്യമാണെന്ന് കൃത്യമായിട്ട് അറിയാം ആര് കേൾക്കാണെങ്കിലും.